മഹാനായ ജിബിരിൽ അലൈഹിസ്സലാം നബി തങ്ങളെയും കൊണ്ടൊരു യാത്ര പോകുന്നുണ്ട്. 7 ആകാശങ്ങളും കടന്നൊരു യാത്ര. ഈ യാത്രയിൽ ചില ആകാശങ്ങൾ ഇങ്ങനെ കടന്നുപോയപ്പോൾ വലിയ കൊട്ടാരങ്ങൾ, പവിഴത്തിനാലുള്ള, മുത്തിനാലുള്ള, മാണിക്യത്തിനാലുള്ള ഒക്കെ കൊട്ടാരങ്ങളെ നബി തങ്ങളെ കാണിക്കപ്പെട്ടു എന്ന് ഹബീബായ നബി തങ്ങൾ പറയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട വെള്ള മുത്തിനാലുള്ള ഒരു കൊട്ടാരം കാണിച്ചു കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതത്തോടു കൂടിയിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ആർക്കുള്ളതാണ് ഈ കൊട്ടാരം? ഈ കൊട്ടാരം ആർക്കുള്ളതാണ് എന്ന്. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മറുപടി പറഞ്ഞു, ഒരു കുഞ്ഞൻ ദിക്ർ ചൊല്ലിയ ആൾക്കുള്ളതാണ് ഈ കൊട്ടാരമെന്ന്. അത്ഭുതപ്പെടുത്തുന്ന ആ ദിക്ർ നമുക്ക് പഠിച്ചു വെച്ചാലോ. നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും വമ്പൻ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കുഞ്ഞൻ ദിക്ർ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. മുത്തുനബി തങ്ങൾ പോലും അത്ഭുതത്തോടു കൂടി നോക്കി നിന്ന ആ മാണിക്യത്തിൻ്റെ, ആ മുത്തിൻ്റെ കൊട്ടാരം ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കേട്ടുവെക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങൾ റാഹത്താക്കി തരട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ, വന്നുപോയ അപാകതകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഉസ്താദേ നിങ്ങൾ ദുആ ഇറക്കണം, നമുക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ദുആ ഇറക്കണേ, ഹാജത്തുകൾ ഒരുപാടുണ്ട്, മുറാദുകളുണ്ട്, ഹാസിലാകാൻ വേണ്ടി, പൂർത്തിയാകാൻ വേണ്ടിയൊക്കെ ദുആ ഇറക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ ദുആ ഇറക്കാനൊരു അർഹതയില്ലാത്ത ആളാണ്. എന്നിരുന്നാലും ശരി, ഒരുപാട് ആളുകൾ, എൻ്റെ പ്രതീക്ഷ എന്താ അറിയൂ, ഞാൻ ഈ പറയുന്ന ദുആ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയണം, അല്ലാഹുവേ അവരുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരു ആമീൻ പറയുമല്ലോ അല്ലേ? കേൾക്കുന്ന മുഅ്മിനീങ്ങൾ, എൻ്റെ ഈ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരും ഉമ്മമാരൊക്കെ ഒരു ആമീൻ പറയുമല്ലോ. ആ ആമീനിലാണ് പ്രതീക്ഷ. ആരെങ്കിലുമൊക്കെ ഒരു ആമീൻ പറഞ്ഞിട്ട് അവരുടെ ആമീൻ സ്വീകരിക്കും. അല്ലാഹു ആ ആമീൻ ഒന്ന് കബൂലാക്കിയാൽ നമ്മൾ ഈ ചെയ്ത ദുആഇന് ഇജാബത്ത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ മുഅ്മിനീങ്ങളും ദുആ ഇറക്കാൻ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലേ? അല്ല നമ്മളിപ്പോൾ വലിയ മുത്തഖിയായതുകൊണ്ടോ വലിയ ദുആക്ക് ഇജാബത്തുള്ള ആളായതുകൊണ്ടൊന്നും അല്ല. ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ മജ്ലിസിൽ വെച്ച് ഇങ്ങനെ ദുആ ഇറക്കുമ്പോൾ ആരുടെയെങ്കിലും ഒരു ആമീൻ സ്വീകരിച്ചിട്ട് നമ്മുടെ ആ ദുആഇന് ഇജാബത്ത് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു അത്തരത്തിൽ നമ്മൾ ഈ ചെയ്യുന്ന ദുആയൊക്കെ സ്വീകരിക്കട്ടെ. ആ നമ്മുടെ ദുആ ഇറക്കാൻ ഏൽപ്പിച്ച വസിയത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങളുടെ, അതുമാത്രമല്ല ഈ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ, ഉപ്പമാരുടെ, സഹോദരിമാരുടെ എല്ലാവരുടെയും ഖൽബിൻ്റെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് മുത്തിനാലുള്ള കൊട്ടാരം. നമുക്ക് ദുനിയാവിൽ നമുക്ക് കയറി കിടക്കാൻ ഒരു കൂടുണ്ടാകുക, ഒരു വീടുണ്ടാകുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. ഒരു കുടിൽ കിട്ടുക എന്നല്ലേ, നമ്മുടെ എന്താണ് സ്വസ്ഥമായിട്ട് ആരും ഇറങ്ങിപ്പോ എന്ന് പറയാതെ നമുക്ക് റാഹത്തായി നമ്മുടേതെന്ന് പറയാൻ ഒരു കൂര ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെയൊക്കെ കൽബിൻ്റെ ഒരു ആഗ്രഹം. അല്ലാഹു അത്തരത്തിൽ നല്ല ബറക്കത്തുള്ള ഭവനം നൽകി അനുഗ്രഹിക്കട്ടെ. ഇല്ലേ, നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടതാണ്. നമ്മുടെ വീടുകളൊക്കെ ബറക്കത്തുള്ള വീടുകളാകണം, നല്ല റാഹത്തുള്ള, സന്തോഷമുള്ള, സക്കീനത്തുള്ള വീടുകളാകണം. അത്തരത്തിൽ ബറക്കത്തുള്ളൊരു വീട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ ഈ ദുനിയാവിലും ആഖിറത്തിലും അത്തരത്തിലുള്ള വീട് കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, ദുനിയാവിലും കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആഖിറത്തിലും അത്തരത്തിലുള്ള വീട് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അമൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ദുനിയാവിൽ നല്ല വീട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എന്ത് ചെയ്തു? അയാൾ കുറേ കട്ടും മോട്ടിച്ചു, അല്ലെ പിടിച്ചു പറിച്ചു, അല്ലെ ലോണിനെടുത്തു, അങ്ങനെ പലിശക്കെടുത്തു, ഒക്കെ എന്ത് ചെയ്തു? വീടുണ്ടാക്കി. ദുനിയാവിലൊരു വീടായി. അയാളെ സംബന്ധിച്ചിടത്തോളം ആഖിറം പോയി, ആഖിറത്തിലൊന്നുമില്ല. ആഖിറത്തിൽ ഇതിന് എന്തേ കിട്ടുള്ളൂ? ശിക്ഷയെ കിട്ടുള്ളൂ. എന്നാൽ അതേ സമയത്ത് ചില ആളുകളുണ്ട്, അവർക്ക് ദുനിയാവിലൊന്നും കിട്ടിയില്ല. അവർ ചെയ്ത കുറേ നന്മകൾ കൊണ്ട് ആഖിറത്തിൽ ചിലപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? വലിയ കൊട്ടാരം കൊടുക്കും, വലിയ കൊട്ടാരം അള്ളാഹു കൊടുക്കും. അങ്ങനത്തെ ചില ആളുകളുണ്ട്. ചില ആളുകൾക്ക് അള്ളാഹു ദുനിയാവിലും കൊട്ടാരം കൊടുക്കും, പക്ഷേ ആ കൊട്ടാരത്തിൽ വലിയ സമാധാനവും സക്കീനത്തൊന്നും ഉണ്ടാവില്ല. എന്നാൽ ആഖിറത്തിലെ കൊട്ടാരത്തിൽ വലിയ റാഹത്ത് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും അല്ലേ? ആസിയ ബീവിയുടെയൊക്കെ ചരിത്രം പറയുന്നുണ്ട്. ആസിയ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അള്ളാഹു ദുനിയാവിൽ കൊട്ടാരം കൊടുത്തിരുന്നു അല്ലേ? ഫിർഔന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ അവസരം കൊടുത്തു. ഫറോവയുടെ ഭാര്യയാണ്, കൊട്ടാരത്തിലെ രാജ്ഞിയാണ്. പക്ഷേ ആസിയ ബീവിയെ സംബന്ധിച്ചിടത്തോളം ആ രാജാവിൻ്റെ ഭാര്യ ആയിരിക്കുക എന്നുള്ളത് വലിയ പൊരുത്തമുള്ള സംഗതിയൊന്നുമല്ല, വലിയ തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? വലിയ റാഹത്ത് ഉണ്ടായിരുന്നില്ല. എന്നാലോ അവിടുത്തെ അവസാനം ക്രൂരത, ഈ ഫറോയുടെ ക്രൂരത സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ റബ്ബിനോട് ദ്വാരം എന്താ? വഇദ് ഖാല അല്ല ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ നിന്റെ അടുക്കൽ ഒരു വീട് എനിക്ക് തരണേ അല്ലാഹ്. സ്വർഗീയ ഭവനങ്ങളുടെ കൂട്ടത്തിൽ നിന്നോട് സാമീപ്യമുള്ള, നിന്നോട് അടുപ്പമുള്ള ഒരു വീട് എനിക്ക് തരണേ അല്ലാഹ്, നിന്റെ അടുക്കൽ അല്ലേ? അത് ആഗ്രഹിച്ചു. അവർക്കത് അല്ലാഹു കൊടുക്കും, റബ്ബ് കൊടുക്കും. കാരണം അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. ഇനിയോ ചില ആളുകൾക്ക് ദുനിയാവിലും റാഹത്തുള്ള വീട് കിട്ടും, നാളെ ആഖിറത്തിലും റാഹത്തുള്ള വീട് കിട്ടും. അതാരാണ്? അത് ഭാഗ്യവാന്മാരാണ്. അത്തരത്തിൽ ഭാഗ്യവാനും ഭാഗ്യവതികളും ആകണമെന്ന് ഞാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് പറ്റിയൊരു അമൽ ഞാൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുതരാം. വലിയ കട്ടിയുള്ള പ്രയാസമുള്ള അമലൊന്നുമല്ല, ചെറിയൊരു കുഞ്ഞൻ ദിക്ർ കേട്ടോളൂ ഇൻഷാ അല്ലാഹ്.
വലമ്മ അറജ ബി ഇല സമാഇ അസ്സാബിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി നടത്തിയ ഒരു യാത്രയെ പറ്റി പറയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ ഒരു യാത്ര പോയി. എവിടേക്ക്? 7 ആകാശങ്ങൾ ഇങ്ങനെ താണ്ടി ഒരു യാത്ര. അങ്ങനെ ഓരോ ആകാശത്തിലേക്കുള്ള ഒരു യാത്രയെ പറ്റി വിശദീകരിക്കണം, ഞാൻ സുദീർഘമായി പറയുന്നില്ല. അങ്ങനെ അവസാനം ഇല സമാഇ സാബിഅ എവിടേക്ക് കടന്നു? 7-ാം ആകാശത്തിലേക്ക് എത്തിയപ്പോൾ മറതു അലാ ഖസ്രിൻ മിൻ ലുഅ്ലുഇൻ ബൈള, ഞാൻ എന്ത് ചെയ്തു? വെള്ള മുത്തിനാലുള്ള ലുലു എന്ന് കേട്ടില്ലേ? ലുലുമാൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലുലു യഥാർത്ഥത്തിൽ ലുലു എന്നാണ്. ലുലു എന്ന് വെച്ചാൽ മുത്ത് എന്നാണ്, മുത്ത്. അപ്പോൾ വെള്ള മുത്തിനാലുള്ള ബൈളാവ്, വെള്ള മുത്തിനാലുള്ള ഒരു കൊട്ടാരത്തിനരികിലൂടെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ നടന്നു. വെള്ള മുത്തിനാലുള്ള ഒരു കൊട്ടാരം, കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കൊട്ടാരം. അങ്ങനെ ആ കൊട്ടാരത്തിൻ്റെ സവിശേഷതകളൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിങ്ങനെ പറയാം. അതിലേക്ക് നോക്കി ഇങ്ങനെ നിന്ന് പോകും, അതിലേക്ക് കണ്ണെടുക്കാതെ നോക്കി നിന്നും അത്ഭുതപ്പെട്ടു പോകും. ആരും ആഗ്രഹിച്ചു പോകും, അതെനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, എനിക്കായിരുന്നു അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും അല്ലെ? ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുന്നത് കാണാം. നബി തങ്ങൾ അങ്ങനെ ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു സ്ഫടിക കൊട്ടാരം കണ്ടിട്ട് ഇങ്ങനെ നോക്കി. ആരുടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ് എന്ന് മറുപടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കയറാതെ പോകുന്നു, അതിൽ കയറിയില്ല. ഉമർ റളിയല്ലാഹുവിന് അത് കേട്ട് കരഞ്ഞു എന്നാ. ഉമർ റളിയല്ലാഹുവിനും നബിയെ എൻ്റെതാണെന്ന് അറിഞ്ഞിട്ടു തങ്ങളൊന്ന് കയറിയിരുന്നെങ്കിൽ, തങ്ങൾ അതിലൊന്ന് കയറിയിട്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് അതിൻ്റെ കൂടെ ഒരു ബർക്കത്ത് ഉണ്ടാകുമായിരുന്നല്ലോ അല്ലേ? തങ്ങൾ കയറിയ കൊട്ടാരം, തങ്ങൾ വസിച്ച കൊട്ടാരം, തങ്ങൾ കാലുകൊണ്ട് തങ്ങളുടെ ഷറഫാക്കപ്പെട്ട പാദം സ്പർശിച്ച കൊട്ടാരം എന്നുള്ളൊരു മഹത്വം കൂടി എനിക്ക് കിട്ടുമായിരുന്നല്ലോ. നബി ഞങ്ങൾ കയറാതെ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു കരഞ്ഞു എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വെള്ള മുത്തിനാലുള്ള കൊട്ടാരം കണ്ടിട്ട് ഇത് ചോദിച്ചു വന്നത് ലിമൻ ഹാദായ ഹബീബി ജിബ്രായിൽ, ജിബ്രീലേ എൻ്റെ കൂട്ടുകാരാ, ഇത് ആരുടെ കൊട്ടാരമാണ് എന്നാര്? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി ചോദിക്കാം. അപ്പോൾ ഖാല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് മറുപടി എന്താ? ലിമൻ യഖ്റഉ കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഞാൻ ഈ പറയാൻ വന്ന സംഗതി ചൊല്ലുന്ന ആൾക്കുള്ളതാണ് എന്ന് പഠിച്ചു നോക്കൂ ഇൻഷാ അല്ലാഹ്. ഒന്ന് ചൊല്ലി നോക്കൂ, ജീവിതത്തിൽ ഇതൊന്ന് പതിവാക്കാം. ദുനിയാവിലും കിട്ടും, ആഖിറത്തിലും കിട്ടും ഇൻഷാ അല്ലാഹ്. ഇത് മഹാന്മാർ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ദിക്ർ പതിവാക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും അതുപോലെ അള്ളാഹു വലിയ എന്ത് ചെയ്യും? സൗഭാഗ്യങ്ങൾ നൽകുമെന്ന്. ദുനിയാവിലും അള്ളാഹു വലിയ സൗഭാഗ്യം നൽകും. ഏതാണ് ആ ദിക്ർ എന്ന് കേട്ടോ ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി ബിഅദദി മാ ഖലഖ്, സുബ്ഹാനല്ലാഹി ബിഅദദി മാ ഹുവ ഖാലിഖുൻ ഇലാ യൗമിൽ ഖിയാമ. വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റും, ഇത്രേ ഉള്ളൂ ദിക്ർ കേട്ടോ. എന്താ? സുബ്ഹാനല്ലാഹി ബിഅദദി മാ ഖലഖ്, സുബ്ഹാനല്ലാഹി ബിഅദദി മാ ഹുവ ഖാലിഖുൻ ഇലാ യൗമിൽ ഖിയാമ. ഇത് നമ്മൾ ചൊല്ലി സ്പീഡായി കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ഇല്ലേ? ഇങ്ങനെയുള്ള ദിക്ർ, ലാ ഹൗല വലാ ഖുവത ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, നമ്മൾ വലിയ വലിയ ദിക്റുകൾ ചൊല്ലാറുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ആയത്തുൽ കുർസി ഓതുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ എന്താണ് നാരിയത്തു സ്വലാത്ത് ചെല്ലുന്നവരുണ്ട്, താജു സ്വലാത്ത് ചെല്ലുന്നവരുണ്ട്. ഇതിങ്ങനെ ചൊല്ലി പഠിച്ചതാണ്, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പതിവാക്കി നമുക്ക് കിട്ടിയതാണ്. യാസീൻ സൂറത്തില്ലേ, ഖുർആൻ നോക്കി ഓതാൻ പോലും അറിയാത്ത ആളുകൾ എത്രയോ ആളുകൾ യാസീൻ സൂറത്ത് കാണാതെ പോകുന്നവരുണ്ട്. ഈ ഒരു ദിക്റും നമുക്കതുപോലെ എന്ത് ചെയ്യാം? ചൊല്ലി അത് ക്ലിയർ ആയി നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റും. 15 തവണ ഇത് ചൊല്ലുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള സംഗതിയൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റും. സുബ്ഹാനല്ലാഹി മൻ ഹുവ, സുബ്ഹാനല്ലാഹി ബിഅദദി മാ ഖലഖ്, സുബ്ഹാനല്ലാഹി ബിഅദദി മൻ ഹുവ ഖാലിഖുൻ ഇലാ യൗമിൽ ഖിയാമ, സുബ്ഹാനല്ലാഹി ബിഅദദി മാ ഖലഖ്, സുബ്ഹാനല്ലാഹി ബിഅദദി മാ ഹുവ ഖാലിഖുൻ ഇലാ യൗമിൽ ഖിയാമ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെപ്പോഴും നന്മകൾക്ക് അവസരം കിട്ടാൻ വേണ്ടി ദുആ ഇറക്കാം. ഇത് ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടം സ്വർഗ്ഗലോകത്ത് വലിയ മുത്തിൻ്റെ കൊട്ടാരം കിട്ടുമെന്ന് അതിനൊക്കെ അപ്പുറത്തേക്ക് ഭൂമിയിലും നല്ലവണ്ണം കിടക്കാൻ പറ്റിയൊരു വസതി കിട്ടുക, റാഹത്തായിട്ട്. സ്വന്തം എന്ന് പറഞ്ഞ് കയറി കിടക്കാൻ പറ്റും. ഒരു കൂരയാണെങ്കിലും ചെറിയൊരു കുടിലാണെങ്കിലും സ്വന്തം എന്ന് പറഞ്ഞാൽ വലിയ റാഹത്താണല്ലേ. എത്ര ആളുകൾ ദ്വാരക്കാൻ സാധേ സ്വന്തമായിട്ട് വീടില്ല, വാടകയ്ക്കാണ്, പട്ടിണിയിലാണ്, പ്രയാസമാണ്, പരിവട്ടമാണെന്ന് പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിക്കും. നമ്മളൊക്കെ ഇനി വാടകയ്ക്കാണെങ്കിൽ കയറി കിടക്കാൻ റാഹത്തായ സ്ഥലമുണ്ടെങ്കിൽ അത് നമ്മൾ സന്തോഷമാണ്, അൽഹംദുലില്ലാ ഇല്ലേ. ഇനി സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ അത് അതിലും വലിയ സന്തോഷമാണ്. അതിന് ചെറിയ വീടാണ്, ഒരൊറ്റ ബെഡ്റൂമുള്ള വീടാണ്, ആരും കുഴപ്പമില്ല, നമ്മുടെ സ്വന്തം എന്ന് പറയാം. ആരും ഇറങ്ങിപ്പോകാൻ പറയില്ലല്ലോ, അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയില്ലല്ലോ. അതിന് ആ ഒരു വീട്ടിൽ കിടക്കുന്നതിൻ്റെ സുഖം എത്ര വലിയ കൊട്ടാരത്തിൽ കിടന്നാലും ഒരാൾക്കും കിട്ടൂല, എത്ര വലിയ ഫ്ലാറ്റിൽ കിടന്നു പറയാനും കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? എപ്പോഴും ദുആരക്ക് അല്ലാഹുവേ നിറാഹത്തുള്ള നല്ല ഭവനം നൽകണേ അല്ലാഹ്, ബറക്കത്തുള്ള വീട് നൽകണേ അല്ലാഹ് എന്ന് ദുആരക്ക് അല്ലാഹു ഇരു ലോകത്തും നല്ല ഭവനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല, ചെയ്തു വെക്കുക. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ അത് ഉപകരിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങളൊക്കെ നമ്മുടെ കമൻറ്റായി രേഖപ്പെടുത്തുക, ദുആ വസിയത്തുകൾ അറിയിക്കുക. നമ്മുടെ ഇതുപോലെ മജ്‌ലിസുകളിലൊക്കെ നമ്മൾ ദുആ ഇറക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ എന്താണ് നമ്മുടെ ചാനലൊന്ന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരുപാട് ആളുകൾക്ക് നന്മകൾ പ്രചരിപ്പിച്ച് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അവർ ചെയ്യുന്നതിൻ്റെ കൂലി കൂടെ നമുക്ക് കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.